എത്ര ശക്തമായ മുട്ടുവേദനയാണെങ്കിലും വളരെ നിസ്സാരമായി മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ പുഴയുടെ സൈഡിലൊക്കെ കാണുന്ന ഒരു സസ്യമാണ് മുണ്ടൻ കൈത എന്നറിയപ്പെടുന്നത്. അതാണ് ഈ മുണ്ടൻ കൈത. ഈ മുണ്ടൻ കൈത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. പല നാടുകളിലും പല പേരിലായിരിക്കും ഈ സസ്യം അറിയപ്പെടുന്നത്. മുണ്ടൻ കൈത ഇതുപോലെ ചെറിയ പീസാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ നന്നായിട്ട് മുള്ള് കളയണം. ഇതിൻ്റെ ഇലയിലൊക്കെ ധാരാളം മുള്ളുകളുണ്ട്. ആ മുള്ള് കളഞ്ഞിട്ട് വേണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ. അതിനുശേഷം അത് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കുക. ഈ മുണ്ടൻ കൈത പരിചയമില്ലാത്ത ആളുകൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ മുണ്ടൻ കൈത ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ചട്ടിയിലിട്ട് ചൂടാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, പൊതുവേ ഇത് ചില ആളുകൾക്ക് തേച്ച് കഴിയുമ്പോൾ ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചട്ടിയിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൊറിച്ചിലെന്നുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും. പിന്നെ ചൊറിച്ചിലുണ്ടാകുമെന്ന് പേടിക്കേണ്ട. അതിനുശേഷം നമ്മുടെ മുട്ടയുടെ വെള്ള മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. മുട്ടയുടെ വെള്ളയും ഇതുപോലെ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഗുളികയുണ്ട്, മർമ്മ ഗുളിക എന്നാണ് ഇതിൻ്റെ പേര്. 4 രൂപ വിലയാണ്. ആ മർമ്മ ഗുളികയും മുട്ടയുടെ വെള്ളയും ഈ അരിഞ്ഞു വെച്ച് നമ്മൾ ചൂടാക്കിയ നമ്മുടെ മുണ്ടൻ കൈതയുടെ ഇലയും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതാണ് നമ്മൾ അരച്ചെടുത്ത മുണ്ടൻ കൈതയുടെ ഇല. ഈ ഇല മുട്ടുവേദനയുള്ള ഭാഗത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തേക്കുക. അതിനുശേഷം വലിയ ടൈറ്റ് അല്ലാതെ ചെറിയ രീതിയിൽ തുണി ഉപയോഗിച്ച്, നല്ല കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് കെട്ടുക. അതിനുശേഷം രാവിലെ ഇത് അഴിച്ച് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേദനയ്ക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ഔഷധക്കൂട്ടാണിത്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.